ഹായ് ഹലോ. ഇവിടെ അങ്ങനെ ഫ്രഷായിട്ട് മീൻ കിട്ടാറില്ല. ഇനിയിപ്പോൾ നല്ല മീൻ കിട്ടുന്നെങ്കിൽ തന്നെ നല്ല വിലയായിരിക്കും. എല്ലാ മീനും കിട്ടാറുമില്ല. ഇന്നലെ കുറച്ച് കിളിയും നത്തോലിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നത്തോലി ഞാൻ കുറച്ച് ആദ്യമേ എടുത്ത് വറുത്ത് പിള്ളേർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി കിളി കറി വയ്ക്കാനും വെച്ചു. പിള്ളേർക്ക് നത്തോലി വറുത്തത് ഇഷ്ടമായതുകൊണ്ട് തന്നെ അന്ന് അവർ കുറച്ചധികം ചോറ് കഴിച്ചോളൂ. ഇനി ബാക്കിയുള്ള നെത്തോലി തോരൻ വയ്ക്കാനായിട്ട് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും മാങ്ങയും സവോളയും കൂടെ ചേർത്ത് ഞാൻ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതും കൂടി ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളി എടുക്കുന്നതായിരിക്കും തോരന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. കുറച്ച് കാന്താരി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവയും കുറച്ച് കുരുമുളകും കൂടി അരച്ച് ചേർക്കണം. ഇനി കുറച്ച് അധികം തേങ്ങ ചേർക്കുന്നതായിരിക്കും തോരൻ ഏറ്റവും കൂടുതൽ നല്ലത്. ഇനി കുറച്ച് കുടംപുളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത്തിരി വെളിച്ചെണ്ണയും തൂകി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് അടുപ്പിൽ വെച്ചൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പുറത്തെ അടുപ്പിൽ മീൻകറി തിളച്ച് വറ്റിയിട്ടുണ്ട്. കറിയൊക്കെ വറ്റി വന്നപ്പോൾ തന്നെ നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. മീൻ വറുത്ത ചട്ടിയിൽ തന്നെ കുറച്ച് ചോറും നത്തോലി തോരനും ബീട്രൂട്ട് തോരനും കുറച്ച് നെല്ലിക്ക അച്ചാറും ഇനി നല്ല തിളച്ച് വറ്റിയ കിളിമീൻ കറിയും ഒരു കഷ്ണം മീനും കുറച്ച് ചാറും ഒക്കെ ഒഴിച്ച് നത്തോലി വറുത്തതും ഉപ്പിലിട്ടതിനായിട്ടൊരു നെല്ലിക്കയും 2 കാന്താരിയൊക്കെ വെച്ച് ചോറുണ്ണാം. ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ തലക്കറി റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.